ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത്? ശാരികയാണോ, സരികയാണോ, ശൈത്യാണോ? അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 13 സൽമാനെ കോപ്പി അടിച്ച് ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഒരു പ്രൊമോയോട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ. പിന്നെ ഡബിൾ എവിക്ഷൻ ആയിരിക്കോ? ഇത്തവണയെങ്കിലും ഡബിൾ എവിക്ഷൻ ആയിരിക്കോ? നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം എവിക്ഷന്റെ കേസ് പറയാം. എവിക്ഷനില് ഡബിൾ എവിക്ഷൻ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അവസാന നിമിഷം ഇതിന് മാറ്റം വന്നാലുള്ളൂ. ഇതിപ്പോ 100% കൺഫേംഡ് ആണ്. എവിക്ഷൻ ഡബിൾ എവിക്ഷൻ ആണ്. കഴിഞ്ഞ ആഴ്ച പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിചാരിച്ച ഡബിൾ എവിക്ഷൻ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇത്തവണ ഡബിൾ എവിക്ഷൻ ആണ്. നമ്മുടെ ആരൊക്കെയാണ് ഈ ഡബിൾ എവിക്ഷനിൽ പോകുന്നത് എന്ന് വെച്ചാല്, ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ, ഇന്നത്തെ എപ്പിസോഡില് സരികയാണ് ഔട്ടാവുന്നത്. സരികയാണ് ഔട്ടാവുന്നത്. പിന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന പേര് എന്താണ്, ഈ ഡേഞ്ചർ സോണിൽ വന്ന 3 പേരില് ഒരാൾക്ക് സേവ് ആവാം അല്ലെ. ഇപ്പൊ ഞാൻ പറയാം, ഡേഞ്ചർ സോണിൽ എന്റെ കണ്ണിൽ ഡേഞ്ചർ സോണിൽ സരിക, ശൈത്യ, ശാരിക, ഈ 3 പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഞാൻ കരുതിയത് ശൈത്യയാണ് ഔട്ടാവുന്നതെന്ന്. പക്ഷെ ശൈത്യല്ല, ശാരികയാണ് ഔട്ടാവുന്നത്. സത്യം 100% കൺഫേംഡ് ആണ്. സരികയും ശാരികയുമാണ് ഔട്ടാവുന്നത്. കലാപനും സരികയും, ശാരിക കെബിയും. ഞാനിപ്പോ ആലോചിച്ചാണ്, ശൈത്യ ഈ 3 പേരിലും ഏറ്റവും ബെറ്റർ ശാരികയാണ്. സരിക, ശാരിക, ശൈത്യ, ഈ 3 പേരിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ശാരികയാണ്. ശൈത്യം സരികയായിരുന്നു ഔട്ട് ആവേണ്ടത് അല്ലെ. എന്റെ കണ്ണിൽ അതായിരുന്നു ഔട്ട് ആവേണ്ടത്. ഉള്ളതില് മര്യാദക്ക് സംസാരിക്കുന്നതൊക്കെ ശാരികയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ഇനി ശാരികന് എങ്ങാനും ഒരു റീ എൻട്രി കൊടുക്കുമോ നമുക്കറിയില്ല. നമുക്ക് നോക്കാം. കാരണം പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോ നമുക്കറിയില്ല. ഇപ്പോ ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ അത്യാവശ്യം പുള്ളിക്കാരുടെ ആ ഒരു എക്സ്പോസ്ഡ് ആയ ഒരു ഇതായിരുന്നു. എന്താണ് ഉള്ളിലുള്ള ഒരു കാര്യം, ഇപ്പൊ ഭാര്യ ഭർത്താവ് കേസിനൊക്കെ ആ ഒരു കുറ്റമുള്ള ആണ്, ഡിവോഴ്സിൽ പ്രശ്നമാണെന്നുള്ളത് ആ പുള്ളിക്കാരുടെ ഒരു യഥാർത്ഥ സ്വഭാവം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്നത്തെ ഈ എവിക്ഷൻ നടക്കുന്നത്. സാറ്റർഡേ ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ സരിക ഔട്ടാവും. നാളത്തെ എപ്പിസോഡ്, സൺഡേയിലത്തെ എപ്പിസോഡ് ശാരികം ഔട്ടാവും. ഫെയർ ആണോ ശാരികയുടെ കേസിൽ? എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല. കാരണം ഈ 3 പേരില് ഔട്ട് ആവേണ്ടത് സരികയും ശൈത്യമായിരുന്നു. ശാരിക ഔട്ടായത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഡബിൾ എവിക്ഷൻ ആണ് അല്ലെ. പിന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. സീസൺ 13 ബിഗ് ബോസ് മലയാളം അല്ല, ബിഗ് ബോസ് ഹിന്ദി സീസൺ 13 14 ഉണ്ടെന്ന് തോന്നുന്നു. സൽമാൻ ഖാൻ വന്നിട്ട് വീടിന്റെ അകത്ത് വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വൃത്തിയുണ്ടോ, ഇവിടെ വൃത്തിയുണ്ടോ, പാത്രം കഴുകുന്നുണ്ടോ, സിംഗിൾ, ആ കാര്യങ്ങള്. അത് ലാലേട്ടൻ, അതെ, ബിഗ് ബോസ് മലയാളം കോപ്പി അടിച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ച്, ഇങ്ങനെ ഒരു പ്രശ്നം ഇനി വരുമോ, മലയാളത്തിൽ അത് വരുമോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സീസൺ 13 സൽമാൻ ചെയ്ത അതേ സാധനം ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. വൃത്തിയില്ല, റൂം കാണാൻ ഒരു വൃത്തിയില്ല, ബെഡ്റൂം, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയോ സിങ്കിൽ ഇടുന്നുണ്ട്. അതുപോലെ ഫുൾ ചെക്ക് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹിന്ദിയിൽ എന്താണോ നടന്നത് അതേ സാധനം തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്, അയ്യോ എന്താ പ്രശ്നമാവോ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. ഇന്ന് ആര്യന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റനോട് എഴുന്നേക്കാൻ പറയുന്നു. ക്യാപ്റ്റൻ എന്താണ് വെജിറ്റബിൾസ് അരിയുന്ന കത്തി വെച്ചിട്ട് എന്താണ് താടി വടിക്കുന്നുണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ ഇന്ന് നല്ലത് കിട്ടുമെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പ്രൊമോ കൊള്ളാം അല്ലെ. ഞാൻ സീസൺ ഹിന്ദിയിൽ നടന്നൊരു സാധനം മലയാളത്തിൽ വന്നപ്പോ കുഴപ്പമില്ല. ഒരു കോപ്പി ആണെങ്കിൽ പോലും കാണാൻ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിരിക്കും. വൃത്തിയൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് കാണാൻ. ഇന്നൊരാളെ ഔട്ടാവും. ഇത്ര ഉള്ളു കഴിഞ്ഞു. അപ്പൊ ഇന്ന് സരികയും നാളെ ശാരികയാണ് ഔട്ടാവുന്നത്. അവര് ശാരിക എന്നല്ല, ശരിക്കും സരിക കെബിയും കലാപം സരിക എന്നാണ് ശരിക്കും പേര് കേട്ടോ. അവര് ആ എഴുതി ഇരിക്കുന്നത്. അപ്പൊ 2 പേരും ഔട്ടായിട്ടുണ്ട്. എനിക്ക് ശാരികയുടെ കേസിൽ ഔട്ട് ആവണ്ടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായത്തില്. ശൈത്യ സേവ് ആയിട്ടുണ്ട് വീണ്ടും. ഇനിയിപ്പോ ശൈത്യ ക്യാപ്റ്റൻ ആയാല് എന്താണ് അടുത്ത ആഴ്ചയും സേവ് ആണ് പുള്ളിക്കാരി. അറിയില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ക്യാപ്റ്റൻ ആവും, ചിലപ്പോ നോമിനേഷൻ ഫ്രീ ആവും, നമുക്ക് നോക്കാം.
അപ്പൊ ഇത്ര ഉള്ളു കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രൊമോ വരുമായിരിക്കും. അപ്പൊ ആ ഒരു പ്രൊമോയുടെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. അപ്പൊ അതുവരെയും ബൈ.